Hi students, in this video I am going to discuss about file operations in Python. Python supports file handling, that is to read to a file and to write from a file. Now what is a file? File is a named location on disk to store related information, and it is used to permanently store data in non-volatile memory. Non-volatile memory means hard disk. If you consider the RAM of a computer, the RAM is said to be volatile memory. RAM is volatile because current പോയി കഴിഞ്ഞാൽ പവർ ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ റാമിലുള്ളത് ഉണ്ടാവില്ല. വിത്ത് ഇലക്ട്രിസിറ്റി കറണ്ട് ഉള്ള പവർ ഉള്ള സമയത്ത് മാത്രമായിരിക്കും അത് അവിടെ സേവ് ചെയ്ത് വെക്കുക. ബട്ട് നോൺ വോളറ്റൈൽ മെമ്മറി, ഇപ്പൊ നേരത്തെ തന്നെ എക്സാമ്പിൾ പറഞ്ഞ ഹാർഡ് ഡിസ്കിൽ നമ്മളൊരു ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ഡാറ്റ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതവിടെ സേവ് ആയിട്ട് നിൽക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള നോൺ വോളറ്റൈൽ ആയ മെമ്മറിയിൽ നമ്മൾ ഡാറ്റാസ് ഫയൽസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കത് പിന്നെ റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദി റാൻഡം ആക്സസ് മെമ്മറി ഈസ് വോളറ്റൈൽ, സോ വിച്ച് ലോസസ് ഇറ്റ്സ് ഡാറ്റ വെൻ ദി കമ്പ്യൂട്ടർ ഈസ് ടേൺ ഓഫ്. So we use files for future use of the data. So നമ്മൾ പൈത്തണിൽ ഒരു ഫയൽ ഓപ്പറേഷൻ will takes place in the following order. First you have to open a file, then you have to read or write to that file. For opening the file, then read or write to the file. Third, you have to close the file. This is a three-step process. നമ്മൾ ബുക്ക് വായിക്കുന്ന പോലെയാണ്. ബുക്ക് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യണം, ദെൻ ബുക്ക് നമുക്ക് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ബുക്കിൽ നമുക്ക് റൈറ്റ് ചെയ്യാം. തേർഡ് തന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കും. സിമിലർലി ആണ് നമ്മൾ ഫയൽ ഓപ്പറേഷൻസ് ഉണ്ടാവുക. ഓക്കെ, സോ ഇൻ പൈത്തൺ ദർ ഈസ് ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഓപ്പൺ ടു ഓപ്പൺ എ ഫയൽ. സോ വി യൂസ് ഓപ്പൺ ഫംഗ്ഷൻ in Python to open a file in read or write mode. നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് രണ്ട് മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. റീഡിംഗ് മോഡിൽ വർക്ക് ചെയ്യാം, റൈറ്റിംഗ് മോഡിൽ വർക്ക് ചെയ്യാം. റീഡിംഗ് മോഡിലാണെങ്കിൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് നമുക്കത് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, നൗ ടു റിട്ടേൺ എ ഫയൽ ഒബ്ജക്റ്റ് വി യൂസ് ഓപ്പൺ ഫംഗ്ഷൻ ആൻഡ് ദർ വിൽ ബി ടു ആർഗ്യുമെന്റ്സ്. ദി ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് ഫയൽ നെയിം. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫയലിന്റെ നെയിം കൊടുക്കണം. സെക്കൻഡ് നമ്മുടെ മോഡ് മെൻഷൻ ചെയ്യണം. മോഡ് മീൻസ് വെദർ ഇറ്റ് ഈസ് റീഡിംഗ് മോഡ് ഓർ റൈറ്റിംഗ് മോഡ് എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെ റീഡിംഗ് മോഡ് മെൻഷൻ ചെയ്യാം, എങ്ങനെ റൈറ്റിംഗ് മോഡ് മെൻഷൻ ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ സിൻടാക്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ സിൻടാക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഫംഗ്ഷൻ, ദെൻ ഫസ്റ്റ് വി ഹാവ് ടു ഗിവ് ഫയൽ നെയിം വിത്ത് എക്സ്റ്റൻഷൻ ആൻഡ് ദെൻ മോഡ്. നൗ ഐ വിൽ യൂസ് ആർ ഫോർ റീഡിംഗ് മോഡ്, ഡബ്ല്യു ആണ് ഫോർ റൈറ്റിംഗ് മോഡ് and A for appending. So we will explain reading mode and writing mode much details. എങ്ങനെയാണ് റീഡിംഗ് മോഡിലും റൈറ്റിംഗ് മോഡിലും വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് കാണും. സോ ഒരു എക്സാമ്പിൾ എടുക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫയൽ ഈസ് ഈക്വൽ ടു ഓപ്പൺ ന്യൂ ഡോട്ട് ടി എക്സ് ടി. സോ ന്യൂ ഡോട്ട് ടി എക്സ് ടി ആണ് എൻ്റെ ഫയൽ നെയിം. നമ്മളത് റൈറ്റിംഗ് മോഡിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തൊട്ട് മുമ്പ് സൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഡബ്ല്യുയിലാണ് നമ്മൾ റൈറ്റിംഗ് മോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബ്ല്യു എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, നൗ പ്രിന്റ് ഫയൽ. സോ പ്രിന്റ് ഫയൽ എന്ന് പറയുന്ന ഇത് നമുക്ക് ഇത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് ആണ് വരിക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. നൗ ഫയൽ ഡോട്ട് റൈറ്റ്, ദിസ് ഈസ് ഫസ്റ്റ് ലൈൻ. ഫയൽ ഡോട്ട് റൈറ്റ് താങ്ക് യു പൈത്തൺ, ദെൻ ക്ലോസ് ചെയ്തു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പണിംഗ് സ്റ്റെപ്പ് ഇതാണ്. സെക്കൻഡ് നമ്മൾ റീഡിംഗ് ഓർ റൈറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പാണിത്. തേർഡ് സ്റ്റെപ്പ് ക്ലോസ് ചെയ്യുന്ന സ്റ്റെപ്പാണിത്. സോ ഈ സെക്കൻഡ് സ്റ്റെപ്പ് ഫയൽ ഡോട്ട് റൈറ്റ്, ദിസ് ഈസ് ദി ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ പ്രോഗ്രാം കോഡിൽ വരിക. ദെൻ താങ്ക് യു പൈത്തൺ എന്നുള്ളതും വരും. സോ ഫയലിൽ നമ്മൾ റൈറ്റ് ചെയ്ത് ന്യൂ ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഫയലിൽ റൈറ്റ് ചെയ്ത ഡാറ്റ ഈ രണ്ട് സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്തതായിരിക്കും. ദിസ് ഈസ് ഫസ്റ്റ് ലൈൻ, ആൾസോ താങ്ക് യു പൈത്തൺ. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും നമ്മൾ പൈത്തണിൽ ആ ന്യൂ ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഡാറ്റയിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുക. ഇനി നമ്മൾ അതെങ്ങനെ റീഡ് ചെയ്യും എന്നുള്ളതാണ്. റീഡ് ചെയ്യാനുള്ള കമാൻഡ് ഫയൽ ഈസ് ഈക്വൽ ടു ഓപ്പൺ
new.txt നേരത്തെ കമാൻഡിൽ ആകെ ചേഞ്ച് വരുത്തി. ഇത് നേരത്തെ w മോഡിന് പകരം ഇവിടെ റീഡിംഗ് മോഡാക്കി. നേരത്തെ റൈറ്റിംഗ് മോഡായിരുന്നു. ദെൻ t ഈസ് ഈക്വൽ ടു ഫയൽ ഡോട്ട് റീഡ്. ഇതാണ് റീഡ് ചെയ്യാനുള്ള കമാൻഡ്. സോ ഇവിടെ ഞാൻ ഫയൽ യൂസ് ചെയ്തു. സോ ഫയലിന്റെ നെയിം ആക്കി. ഇതൊരു ഡമ്മി നെയിം ആണ്. സോ ഈ നെയിം എനിക്ക് ഇവിടെ എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എം ഡോട്ട് റീഡ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, യാ. നൗ പ്രിന്റ് ടി, നമ്മൾ ആ ടി നമ്മൾ റീഡ് ചെയ്തതിനെ പ്രിന്റ് ചെയ്യിച്ചു, ക്ലോസ് ചെയ്യിച്ചു. സോ എഗെയിൻ നമുക്ക് ഒരു ഓപ്പൺ സ്റ്റെപ്പ് ഉണ്ട്, 2 റീഡിംഗ് സ്റ്റെപ്പ് ഉണ്ട്, 3 നമുക്ക് ക്ലോസ് ചെയ്യണം. ഓപ്പണിങ്, റീഡിംഗ്, ദെൻ ക്ലോസിങ്. ഈ 3 സ്റ്റെപ്പും എപ്പോഴും ഇൻവോൾവ് ചെയ്യും. ഓക്കെ, നൗ നമുക്ക് ലേറ്റസ്റ്റ് ഒന്ന് കോഡ് ചെയ്ത് നോക്കാം. സോ സെയിം പ്രോഗ്രാം കോഡ് ഞാനിവിടെ റൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് പിന്നെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ റൺ മൊഡ്യൂൾ. ഓക്കെ, സോ റൺ ചെയ്തു. സോ റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്താ വരുന്നത് നോക്കാം. സോ ഇവിടെ നമുക്ക് നമ്മുടെ ഫയലിന് നെയിം കൊടുത്തത് new1.txt ആണ്. സോ new1.txt എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്തു. അത് മോഡ് റൈറ്റിംഗ് മോഡിലാണ്. സോ ദിസ് ഈസ് ദി ലൊക്കേഷൻ. ഓക്കെ, നൗ ഇനി നമുക്ക് ഈ ദിസ് കേസിൽ ആ ഡാറ്റ ദാറ്റ് ഈസ് new1.txt എന്ന് പറയുന്ന ഫയൽ നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ലൈൻ, പിന്നെ താങ്ക് യു പൈത്തൺ. ഈ 2 ഡാറ്റ ആയിരിക്കും നമ്മുടെ ഫയലിൽ ഉണ്ടാവുക. സോ ഞാൻ എൻ്റെ ഫോൾഡറിൽ പോയി നോക്കാം. സോ ആക്ച്വലി ഞാൻ ഈ പ്രോഗ്രാം സേവ് ചെയ്തിട്ടുള്ളത് ഈ ഫോൾഡറിലാണ്. സോ ഇവിടെ ദിസ് ഈസ് മൈ ഫോൾഡർ. സോ ഇവിടെ new1 എന്ന് പറയുന്ന ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യാം. ഒരു txt ഫയൽ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാനതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുത്ത് നോക്കാം. യാ, ദിസ് ഈസ് ഫസ്റ്റ് ലൈൻ, താങ്ക് യു പൈത്തൺ. സോ നമ്മൾ ഫയലിലേക്ക് സേവ് ചെയ്ത് ന്യൂ ഇതിലുണ്ട്. ഓക്കെ, ഇനി നമുക്കത് പൈത്തൺ വെച്ചിട്ട് തന്നെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പൈത്തൺ വെച്ച് റീഡ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് പ്രോഗ്രാം ഫയൽ ഇസ് ഈക്വൽ ടു ഓപ്പൺ new.txt റീഡിംഗ് മോഡിലാണ്. ദെൻ അത് പ്രിന്റ് ടി കൊടുത്തു, ഫയൽ ഡോട്ട് ക്ലോസ്. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ മൊഡ്യൂൾ. യാ, സോ നോ റൺ. നമ്മൾ ദിസ് ഈസ് ഫസ്റ്റ് ലൈൻ, താങ്ക് യു പൈത്തൺ എന്ന് പറയുന്ന ആ ഡാറ്റ ഇവിടെ റീഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പ്രോഗ്രാം കോഡിൽ പ്രിന്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് ഒഴിവാക്കി നോക്കാം. ഈ പ്രിന്റ് ഫയൽ. സോ ഈ പ്രിന്റ് ഫയൽ ഞാൻ കമന്റ് ചെയ്തു. ഈ സ്റ്റേറ്റ്മെന്റ് കമന്റ് ചെയ്യും. ഓക്കെ, ആഷ് ആഡ് ചെയ്താൽ മതി. ഇനി ഒന്ന് റൺ ചെയ്യാം. ഒന്നുകൂടെ സേവ് ചെയ്യാൻ പറയും. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ റൺ ചെയ്തു. സോ ഇപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ ഒന്നും വന്നില്ല. നേരത്തെ നമ്മൾ ആ ഇതുണ്ടായപ്പോൾ പ്രിന്റ് ഫയൽ കൊടുത്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഓപ്പൺ ഫയലും ആ ഫയൽ നെയിമും അതിന്റെ മോഡൊക്കെ ഡിസ്പ്ലേയിൽ വന്നു. ബട്ട് നൗ അത് വന്നിട്ടില്ല. ഓക്കെ, സോ അത്രയാണ് ചേഞ്ച് ഉണ്ടാവുക. യാ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ഫയൽ റൈറ്റ് ചെയ്യലും അതുപോലെ റീഡ് ചെയ്യലും. നെക്സ്റ്റ് is pickling. Pickling is a process where a Python object is converted into byte stream and dumps it into a file by using dump function. Okay, so നമ്മളിത് ഡിസ്കസ് ചെയ്യും എന്താണ് dump function എന്നുള്ളത്. Okay, and this character stream contains all the information necessary to reconstruct the object in another Python script. സോ പിക്ലിംഗ് യൂസ് ചെയ്യുന്നത് ഒരു പൈത്തൺ ഒബ്ജക്റ്റിനെ നമ്മൾ ബൈറ്റ് സ്ട്രീമിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എന്താണ് ഒരു പൈത്തൺ ഒബ്ജക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിസ്റ്റ്, ഡിക്ഷണറി പോലെയുള്ള ഇതിനാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ ഇപ്പോൾ ദിസ് ഈസ് എ പൈത്തൺ അല്ലെങ്കിൽ താങ്ക് യു പൈത്തൺ എന്നൊക്കെ പറയുന്ന ഓരോ ഇത് നമ്മൾ ഫയലിലേക്ക് സേവ് ചെയ്തു. പക്ഷെ നമ്മൾ സേവ് ചെയ്യുന്ന ഡാറ്റ ഒരു ലിസ്റ്റിലാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഡിക്ഷണറി ടൈപ്പ് ഡാറ്റ ടൈപ്പ് ആണെങ്കിലൊക്കെ നമുക്ക് പിക്ലിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പിക്ലിംഗ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഡാറ്റ എന്ത് ചെയ്യും? അത് ഒരു ബൈനറി ഫോർമാറ്റിൽ ബൈറ്റ് സ്ട്രീമിൽ നമുക്കത് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പിക്ലിംഗ് എന്ന് പറയുക. ഇനി ബൈറ്റ് സ്ട്രീമിൽ നിന്ന് തിരിച്ച് പൈത്തൺ ഒബ്ജക്റ്റിലേക്ക്, നമ്മൾ പൈത്തൺ ലിസ്റ്റ് ആണോ അല്ലെങ്കിൽ ഡിക്ഷണറി ആണോ ഏതോ ഡാറ്റ ടൈപ്പ് എങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ അൺപിക്ലിംഗ് എന്ന് പറയും. സോ ദി ക്യാരക്ടർ സ്ട്രീം, നമ്മൾ അങ്ങനെ പിക്ക് ചെയ്ത് വെച്ച ബൈറ്റ് സ്ട്രീം കണ്ടെയ്ൻസ് ഓൾ ദി ഇൻഫർമേഷൻ നെസസറി ടു റീകൺസ്ട്രക്ട് ദി ഒബ്ജക്റ്റ് ഇൻ അനദർ പൈത്തൺ സ്ക്രിപ്റ്റ്. നമ്മൾ അങ്ങനെ ഒരു തവണ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേറൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
അങ്ങനെ അവിടെ വേറൊരു പൈത്തൺ സ്ക്രിപ്റ്റ് വെച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ. So unpickling is the inverse of pickling process, and the process of retrieving original Python object from the stored string representation is called unpickling, and we use load function to do this operation. Okay. So the process to convert any kind of Python object like list, dictionary, etc. into byte stream. Byte stream means 0 and 1 is called pickling. And we can convert the byte stream generated through pickling back into the Python object by a process known as unpickling. Okay. Now, why pickle? എന്തിനാണ് നമ്മൾ അങ്ങനെ pickle ചെയ്യുന്നത്? This allow us to easily transfer data from one server or system to another and then store it in a file or database. So അതാണ് നമ്മുടെ ഉദ്ദേശം. സോ എന്തുകൊണ്ട് അതിനെ പിക്കിൾ എന്ന് വിളിക്കുന്നത്? സാധാരണ നമ്മൾ പിക്കിൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ പിക്കിൾ എന്നാണ് അച്ചാർ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളൊരു ഫുഡ് ഇപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കും, പിക്കിൾ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളത് പ്രിസർവ് ചെയ്തിട്ട് വെക്കണം, നമുക്ക് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ അത് എടുത്തിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം. അതുപോലെയാണ് ഇവിടെ നമ്മൾ ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പിക്ലിംഗ് എന്ന് വിളിക്കുന്നത്. സോ പിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഈസി വേ ടു സ്റ്റോർ ടെമ്പററി റിസൾട്ട്സ് ആൻഡ് സ്റ്റോർ റിസൾട്ട്സ് ടു ബി യൂസ്ഡ് ആസ് ഇൻപുട്ട് ഫോർ അനദർ പൈത്തൺ പ്രോഗ്രാം ടു റൈറ്റ് ഓർ ബാക്കപ്പിന് വേണ്ടിയിട്ട് ആൻഡ് മെനി അതർ പർപ്പസ്, ഇതുപോലെ പർപ്പസിന് വേണ്ടിയൊക്കെ നമുക്ക് ഈ പിക്കിൾ യൂസ് ചെയ്യാം. സോ ദി ഡംപ് ഫംഗ്ഷൻ പിക്കിൾസ് ആൻ ഒബ്ജക്റ്റ് ടു എ ഫയൽ ആൻഡ് ദ ലോഡ് ഫംഗ്ഷൻ അൺപിക്കിൾസ് എ പിക്കിൾ ഫയൽ ആൻഡ് റീസ്റ്റോർസ് ദി പൈത്തൺ ഒബ്ജക്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഡംപ് ഫംഗ്ഷൻ ആണ് നമ്മൾ പിക്കിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ലോഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കത് അൺപിക്കിൾ ചെയ്യാനും പറ്റും. ഓക്കെ. സോ നമുക്കൊരു കേസ് ചെയ്ത് നോക്കാം. സോ ഇൻ ഓർഡർ ടു പിക്കിൾ, നമ്മൾ പിക്കിൾ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇമ്പോർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പിക്കിൾ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. ഞാനിവിടെ ഇതാണ് എൻ്റെ ഡാറ്റ ഒരു ലിസ്റ്റ് ആണ്. ലിസ്റ്റിൽ 1 to 7 നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ദി ഫയൽ ഫോർ റൈറ്റിംഗ്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെയാണ് ഫയൽ ഓപ്പറേഷനിൽ ചെയ്യുന്ന പോലെ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാനത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ, ഫയലിന്റെ നെയിം കൊടുത്തു, റൈറ്റിംഗ് മോഡിലാണുള്ളത്. ഓക്കെ. ഇനി നമ്മൾ പിക്കിൾ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഡംപ് ഫംഗ്ഷൻ യൂസ് ചെയ്തു. സോ പിക്കിൾ ഡോട്ട് ഡംപ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റയാണ് പിക്കിൾ ചെയ്യുന്നത്. എ എന്ന് പറയുന്ന ഈ ലിസ്റ്റിനെയാണ് ഞാൻ B1 എന്ന് പറയുന്ന ഞാനൊരു ഡെമ്മി ഇൻഡെക്സ് കൊടുത്തതാണ് B1. സോ ഇവിടെ എനിക്കിപ്പോൾ ഇവിടെ ഫയൽ എന്നാണ് ഞാൻ ഡെമ്മി ഇൻഡെക്സ് ആയിട്ട് ഡെമ്മി നെയിം ഇൻഡെക്സ് ഡെമ്മി നെയിം ഫയൽ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഇവിടെ ഫയൽ എന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ. സോ പിക്കിൾ ഡോട്ട് ഡംപ് എ B1 ആണ് ഞാൻ എൻ്റെ ഈ മൈ പിക്കിൾ ഫയൽ ഡോട്ട് TXT എന്ന് പറയുന്ന ഇതാണല്ലോ, ഇതിന് ഞാനൊരു ടെമ്പററി നെയിം കൊടുക്കുന്നതാണ് B1. B1 നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ അൺപിക്കിൾ ചെയ്ത് അത് റീഡ് ചെയ്യാന്നുള്ളതാണ്. സോ അഗെയിൻ നമ്മൾ ഇമ്പോർട്ട് പിക്കിൾ, ദെൻ ആ ഫയൽ ഓപ്പൺ ചെയ്യണം. B2 is equal to open mypickle file.txt റീഡിംഗ് മോഡിലാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. ദെൻ അതിന് നമ്മൾ ലോഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് അൺപിക്കിൾ ചെയ്യുന്നത്. സോ A is equal to pickle dot load B2 ദെൻ പ്രിന്റ് A. ഓക്കെ. ഇനി നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പ്രോഗ്രാം കോഡ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് പിക്കിൾ ചെയ്തു, ഡാറ്റ കൊടുത്തു, ദെൻ നമ്മൾ അതിനെ പിക്കിൾ ചെയ്തു, ഡംപ് ഫംഗ്ഷൻ യൂസ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ. റൺ മൊഡ്യൂൾ റൺ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഫയലിലൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത പേര് മൈ പിക്കിൾ ഫയൽ എന്നാണ്. സോ ദിസ് ഈസ് അവർ പിക്കിൾ ഫയൽ. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ വിത്ത് നോട്ട് പാഡ് മൈ പിക്കിൾ ഫയൽ. സോ ഇതാണ് നമ്മൾ കൊടുത്ത ഡാറ്റ. 1 2 3 4 5 6 7 ആണ് നമ്മൾ കൊടുത്തിരുന്ന ഡാറ്റ. അത് ഈ ഒരു ഫോർമാറ്റ് ബൈറ്റ് സ്ട്രീം ആയിട്ട് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അത് വെച്ച് നമുക്കൊന്ന് അൺപിക്കിൾ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇമ്പോർട്ട് ചെയ്തു, ദെൻ ലോഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അൺപിക്കിൾ ചെയ്തു. അത് എ എന്നുള്ള ഇതിലേക്ക് വേരിയബിളിലേക്ക് സേവ് ചെയ്തു. ആ എയെ പ്രിന്റ് ചെയ്യിക്കുകയാണ്. സോ നമുക്ക് അഗെയിൻ ഇതൊന്ന് നമുക്ക് റൺ ചെയ്യാം. സോ നമ്മൾ ആ കൊടുത്ത ഡാറ്റ 1 to 7 നമ്മൾ അത് പ്രിന്റ് ചെയ്യിക്കുകയും ചെയ്തു. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ ഫയലിൽ
പിക്കിൾ ചെയ്ത് വെക്കുക, ദെൻ അതുപോലെ അൺപിക്കിൾ ചെയ്തിട്ട് നമുക്ക് ആ ഡാറ്റ തിരിച്ച് റിട്രീവ് ചെയ്യുന്ന എങ്ങനെയാണ് റിട്രീവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി കൺസിഡർ ചെയ്യാം. ഇൻപുട്ട് ഔട്ട്പുട്ടിന് വൺ മോർ എക്സാമ്പിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ 5 സ്റ്റുഡൻസിന്റെ മാർക്ക് നമ്മളൊരു ഫയലിലേക്ക് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ എൻ്റെ ഫയലിന്റെ നെയിം മാർക്ക് ഡോട്ട് ഡാറ്റ ആണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്തു, ഒരു ഡെമ്മി നെയിം കൊടുത്തു M1 എന്ന്. അങ്ങനെ ഫയൽ മാർക്ക് ഡോട്ട് ഡാറ്റ ഓപ്പൺ ചെയ്തു. റൈറ്റിംഗ് മോഡിലാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. ഫസ്റ്റ് നമ്മൾ അതിലേക്ക് പിന്നെ റൈറ്റ് മാർക്ക് ലിസ്റ്റ് എന്ന് നമ്മൾ അതിലേക്ക് റൈറ്റ് ചെയ്തു. ഓക്കെ, ദെൻ 5 സ്റ്റുഡൻസിന്റെ ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. I in range 1 to 6. അപ്പം 1 to 5 വരെ റേഞ്ച്, അതായത് 5 കുട്ടികളുടെ ഡാറ്റ ചോദിക്കും. സോ MA എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ നമ്മൾ ആദ്യം ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഒന്നാമത്തെ കുട്ടിയുടെ മാർക്ക് കൊടുക്കും. ഫോർ ലൂപ്പ് വീണ്ടും ഇത് റൺ ചെയ്ത് വരുമ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ സ്റ്റുഡന്റ് മാർക്ക് 3, 4 അങ്ങനെ അഞ്ചാമത്തെ കുട്ടിയുടെ മാർക്ക് വരെ നമ്മൾ എൻ്റർ ചെയ്യും. ആ എൻ്റർ ചെയ്തത് നമ്മളിവിടെ ഒരു ഇൻറ്റീജർ ന്യൂമറിക് ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് അതിനെ S എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മൾ അതിനെ ഇൻറ്റീജർ ആയിട്ട് ന്യൂമറിക് ഡാറ്റ ആയിട്ട് നമ്മൾ സേവ് ചെയ്തു. അതിനെ നമ്മൾ ആ റൈറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് M1 എന്ന് പറയുന്ന നമ്മൾ ഡെമ്മി അതിലേക്ക് റൈറ്റ് ചെയ്തു. നമ്മുടെ ഫയൽ ഡെമ്മി ഫയൽ നെയിം ഉള്ള ഫയലിലേക്ക് നമ്മൾ അതിലേക്ക് നെയിം ചെയ്തു. ദെൻ നമ്മൾ അവിടെ ആ ഫയൽ ക്ലോസ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഓപ്പൺ ചെയ്തത് റൈറ്റബിൾ ഫോർമാറ്റിലാണ് നമ്മൾ അത് ഓപ്പൺ ചെയ്തത്. ആൾസോ നമ്മൾ ഡെമ്മി നെയിം M1 എന്ന് പറയുന്ന റൈറ്റിംഗ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ആ ഫയൽ ക്ലോസ് ചെയ്യണം, ദാറ്റ് ഈസ് ക്ലോസ് ദി ഫയൽ. ഓക്കെ, ഇനി നമ്മൾ ഇത് നമുക്ക് റൺ ചെയ്യാം. എന്നിട്ട് എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് കോഡ് എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ നെക്സ്റ്റ് റൺ ചെയ്തു. സോ റൺ മൊഡ്യൂൾ. സോ എൻ്റർ മാർക്ക്. സോ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റുഡൻറ്റിന് 50 മാർക്കാണ്, സെക്കൻഡ് സ്റ്റുഡൻറ്റിന് 48 ആണ്, തേർഡ് സ്റ്റുഡൻറ്റ് 72. ഓക്കെ, ഫോർത്ത് സ്റ്റുഡൻറ്റ് ഫുൾ മാർക്ക് 100 മാർക്ക്, ഫിഫ്ത്ത് സ്റ്റുഡൻറ്റിന് 0 മാർക്ക്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് എങ്ങനെയാണ് ഡാറ്റ നമുക്ക് റീഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ അതിനു വേണ്ടി നമ്മൾ നെക്സ്റ്റ് പ്രോഗ്രാം ചെയ്യണം. സോ നെക്സ്റ്റ് പ്രോഗ്രാം സോ ഞാൻ ആദ്യം M1 is equal to open mark dot dat റീഡിംഗ് മോഡിൽ ഓപ്പൺ ചെയ്തു. ദെൻ പ്രിന്റ് M1 dot read. സോ റീഡ് എന്ന് പറയുന്ന ഈ കമാൻഡ് നിങ്ങൾ ഓർത്തിരിക്കണം. M1 ആണ് നമ്മൾ ഡെമ്മി നെയിം കൊടുത്തത്, അത് പ്രിന്റ് ചെയ്യിച്ചു. പ്രിന്റ് M1 dot read. നമ്മൾ അത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഒന്ന് റൺ ചെയ്യാം. സോ മാർക്ക് ലിസ്റ്റ് നമ്മൾ ഫസ്റ്റ് റൈറ്റ് ചെയ്ത ഡാറ്റ. ദെൻ ഒന്നാമത്തെ സ്റ്റുഡൻറ്റിന്റെ മാർക്ക് വന്നു, സെക്കൻഡ് സ്റ്റുഡൻറ്റിന്റെ മാർക്ക്, തേർഡ് സ്റ്റുഡൻറ്റിന്റെ മാർക്ക്, ഫോർത്ത് സ്റ്റുഡൻറ്റ്, ഫിഫ്ത്ത് സ്റ്റുഡൻറ്റ്. ഓരോ സ്റ്റുഡൻസിന്റെയും മാർക്ക് നമ്മളിവിടെ നമ്മൾ വന്നു, നമ്മുടെ ഔട്ട്പുട്ടിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡാറ്റ മാർക്ക് ഡോട്ട് ഡാറ്റ ആണ്. നമുക്ക് ഇവിടെ നോക്കാം, മാർക്ക് ഡോട്ട് ഡാറ്റ ഇവിടെ ഉണ്ടോ? ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇത് നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. സോ ഓപ്പൺ വിത്ത് നോട്ട് പാഡ് വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ ലുക്ക് ഫോർ ആൻ ആപ്പ് ഇൻ ദി ആപ്പ് സ്റ്റോർ, മോർ ആപ്സ് എന്ന് നോക്കിയിട്ട് നോട്ട് പാഡ് ഉണ്ട്. ഓക്കെ, സോ മാർക്ക് ലിസ്റ്റ് 50, 48. സോ ആ ഡാറ്റ മാർക്ക് എന്ന് പറയുന്ന ഒരു നോട്ട് പാഡിൽ ഇവിടെ നമ്മളൊരു ഒരു ഡാറ്റ ആയിട്ട് നമ്മളിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് നമുക്കൊരു ഫയലിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയൽ മോഡിൽ വർക്ക് ചെയ്യുന്നത്. അതർവൈസ് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അത് നമ്മൾ സിസ്റ്റം ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഔട്ട്പുട്ടിലുള്ള ഡാറ്റ പോകും. ഓക്കെ, ഇവിടെ ആകുമ്പോൾ നമുക്കത് പെർമനന്റ് ആയിട്ട് നമുക്ക് അവിടെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ നമുക്കിത് സേവ് ചെയ്യാൻ പറ്റും ഫയൽ മോഡിൽ. ഓക്കെ, അതാണ് നമ്മൾ ഫയൽ മോഡിൽ വർക്ക് ചെയ്താലുള്ള ഒരു ഗുണം. നമുക്ക് പിക്ലിങ്ങിന്റെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ പിക്കിൾ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് കമാൻഡ് കൊടുത്തു. ദെൻ M1 is equal to open mark1 dot dat ഫയൽ, DAT ഫയലാണ്, റൈറ്റിംഗ് മോഡിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. സോ നമ്മുടെ mark1 എന്ന് പറയുന്നത് ലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തത്, 100, 200, 300, 400. ദെൻ നമ്മൾ പിക്കിൾ ചെയ്ത് ഡംപ് കമാൻഡ് യൂസ് ചെയ്തു. ഡംപ് mark1 M1 ആണ് നമ്മൾ ഡെമ്മി ചെയ്തത്. സോ ദെൻ M1 ഡോട്ട് ക്ലോസ്. ഓക്കെ, ഇനി നമുക്കത് റൺ ചെയ്യാം. റൺ കമാൻഡ് കൊടുത്തു. സോ നമ്മൾ റൺ ചെയ്യാൻ പറഞ്ഞ
റൺ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ മാർക്ക് വൺ ഡോട്ട് ഡാറ്റ് ഫയലാണ്. സോ ഇവിടെ നമുക്ക് മാർക്ക് എന്ന് പറയുന്നൊരു മാർക്ക് വൺ എന്ന് പറയുന്ന ഡാറ്റ് ഫയൽ, നമ്മുടെ ഡാറ്റ് ഫോർമാറ്റ് DAT ഫയൽ എന്ന് കാണിക്കുന്നുണ്ടാവും. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഓപ്പൺ. സോ ദിസ് ഈസ് ഡാറ്റ. ഇത് ബൈനറി ഫോർമാറ്റിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 100 200 എന്ന് പറയുന്ന ഈ ഇതിൽ കാണാൻ പറ്റും. സോ ഇത് ബൈനറി ബിറ്റ് സ്ട്രീം ഫോർമാറ്റിലാണ്, നമുക്കിത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് റീഡ് ചെയ്യാം. സോ റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കോഡ് ചെയ്യണം. സോ ദിസ് ഈസ് അവർ കോഡ്. സോ അഗെയിൻ ഞാൻ പിക്കിൾ ഇമ്പോർട്ട് ചെയ്തു. റീഡ് ഇവിടെ നമ്മൾ അൺപിക്കിൾ ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ട് പിക്കിൾ, then m1 is equal to open mark1.dat, then reading മോഡിലാണ് ഓപ്പൺ ചെയ്തത്. then x is equal to pickle dot load ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ലോഡ് m1 print x ക്ലോസ് ചെയ്തു. സോ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഓപ്പൺ ചെയ്തു, നമ്മൾ ലോഡ് ചെയ്തു, then ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ ഡാറ്റ വരും 100 200 300 400. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ about pickling and unpickling.